എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? ആ, അപ്പൊ നമ്മളെന്താ നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്തല്ലേ, അടുത്തോണ്ടിരിക്കുക അല്ലേ? അപ്പോ എന്താ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കാൻ തുടങ്ങണം അല്ലേ? പഠിക്കാൻ തുടങ്ങണ്ടേ? അപ്പൊ പഠിക്കാൻ തുടങ്ങിയല്ലോ എല്ലാവരും? ഓക്കെ, പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ക്രിസ്മസ് എക്സാമിന്റെ ഒരു ചൂടില് നമ്മൾ എന്താ ഒരു ചാപ്റ്റർ ഒരൊറ്റ സെക്ഷനിൽ അത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ചു തീർക്കാം അല്ലേ? 1 മണിക്കൂർ മുകളിൽ എന്തായിക്കോട്ടെ, എങ്ങനെയായാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അതല്ലേ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത്. അതെ, അപ്പൊ അതിനു വേണ്ടിയുള്ള സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഏത് ചാപ്റ്റർ പഠിച്ചു? നമ്മുടെ ക്ലാസ് 10th ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സ് പഠിച്ചല്ലേ? ഇന്ന് ഏത് ചാപ്റ്ററാ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മൾ ക്ലാസ് 10th സെക്കൻഡ് ചാപ്റ്ററായ ലെൻസസിനെ കുറിച്ചാട്ടോ പഠിക്കാൻ പോകുന്നത്. എന്താണ്? ലെൻസസിനെ കുറിച്ച്. മിസ് ഓൾറെഡി തന്നെ ഒരു വലിയ വേർഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് കണ്ടാൽ നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് എക്സ്ട്രാ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതായത് ഇപ്പം എന്താ നമ്മൾ വേഗം ചാപ്റ്റർ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കാം കേട്ടോ. സെറ്റ് അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പൊ മിസ് ചാപ്റ്റർ തുടങ്ങുകയാണേ. അപ്പോ a lens is a transparent medium in which each refractive surface is a part of sphere. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയേണ്ടത്, നമ്മൾ പഠിക്കുന്നത് ലെൻസിനെ കുറിച്ചല്ലേ. അപ്പൊ ലെൻസ് എന്താണെന്ന് അറിയണ്ടേ? അതെ, അതെന്താ? ഒരു ട്രാൻസ്പെറന്റ് മീഡിയം ആണ്. ട്രാൻസ്പെറന്റ് എന്ന് വെച്ചാൽ എന്താ? ലൈറ്റ് കടത്തിവിടുന്ന ഒരു മീഡിയം ആണ്. അതെന്താ? റിഫ്രാക്റ്റിംഗ് സർഫസ് ഇസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ഒരു പാർട്ട്, അതിന്റെ റിഫ്രാക്റ്റിംഗ് സർഫസ്, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ബെൻഡിങ് സംഭവിക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ റിഫ്രാക്ഷൻ സർഫസ് എന്താണ്? ഒരു സ്പിയറിന്റെ പാർട്ടാണ്. എന്താണ്? സ്പിയറിന്റെ പാർട്ടാണ്. ഓക്കെ, 2 സ്പിയേഴ്സ് കൂടി ചേർന്നാണ് നമുക്ക് ലെൻസസ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ അത് മലയാളത്തിലാണെങ്കിൽ അപവർത്തന പ്രതലങ്ങൾ ഗോളങ്ങളുടെ ഭാഗമായി വരുന്ന സുതാര്യമായ മാധ്യമമാണെന്ന ലെൻസ്. ഓക്കെ, മിസ് മലയാളത്തിൽ ഇത്തിരി പരിജ്ഞാനം കുറവാണ്. സ്റ്റിൽ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ സുതാര്യമായൊരു പാർട്ടാണ്. എന്തിൻ്റെ? നമ്മുടെ ഗോളങ്ങളുടെ ഭാഗമായിരിക്കും. അതായത് ഒരു സ്പിയർ, ആ സ്പിയറിന്റെ സർഫസിലേക്ക് ലൈറ്റ് വന്ന് വീഴുന്നു. ആ ലൈറ്റ് മൂലം എന്താ? റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ആ സർഫസ്, ആ ഒരു ഇതിനെ പറയുന്നതാണ് നമ്മൾ എന്ത്? ലെൻസ് എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ലെൻസ് എന്താന്ന് പഠിച്ചു. അപ്പൊ നമുക്ക് എത്ര തരം ലെൻസ് ഉണ്ടെന്ന് അറിയോ? 2 തരത്തിലുള്ള ലെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും അല്ലേ? അപ്പൊ കോൺകേവ് ലെൻസ് എങ്ങനെ ഇരിക്കുന്നത്, കോൺവെക്സ് ലെൻസ് എങ്ങനെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് പഠിക്കാം കേട്ടോ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെക്സ് ലെൻസ് ആൻഡ് കോൺകേവ് ലെൻസ്? ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ ഇതൊക്കെ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ആദ്യം തന്നെ ഇപ്പോഴും എല്ലാവർക്കും ഡൗട്ട് ഉള്ളതാണ്, ഈ കോൺവെക്സ് ലെൻസ് ഏതാ, കോൺകേവ്? നിങ്ങൾക്ക് അറിയാം ഇത് 2 ലെൻസ് ഉണ്ട്, ആ 2 കോൺവെക്സും കോൺകേവ് ആണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോലെ. മാറാണ്ടിരിക്കാനുള്ള വഴിയുണ്ട് മിസ്സിൻ്റെ കയ്യില്. കണ്ടോ? നമുക്ക് ഒരെണ്ണം പഠിക്കാം. നമുക്ക് ഇത് പഠിച്ചാൽ മതി. ഇതിലാണ് ഇത്രയും കൂടി ഈസി. അതായത് നമ്മുടെ കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? കേവ് എന്ന് വെക്കുന്ന ഗുഹ. അതായത് എന്താ? കണ്ടോ? ഇത് ഉള്ളിലേക്കുള്ളിരിക്കുക. ഗുഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ അതിന് കുഴിയാ അല്ലെ, ഉള്ളിലേക്കായിരിക്കാം. അപ്പൊ അതെന്താ കോൺകേവ്. ഓക്കെ, അതായത് കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താ? മിഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ഭയങ്കര തിൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ദ എഡ്ജസ് ബിക്കം ഭയങ്കര ബ്രോഡ് ആയിരിക്കും. അപ്പൊ കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഓക്കെ, മിഡ് പോയിന്റ്സ് ഭയങ്കര തിൻ ആയിരിക്കും, ആൻഡ് ദ എൻഡ് പോയിന്റ്സ് ബിക്കം വൈഡർ. ഓക്കെ, അപ്പൊ കോൺകേവ് അതാണെങ്കിൽ അഫ്കോഴ്സ് ഇതെന്താ? കോൺവെക്സ് അല്ല. എനിക്കറിയാം, നിങ്ങൾക്ക് 2 എണ്ണം അറിയാം, പക്ഷെ മാറിപ്പോന്നു അല്ലേ? അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. പക്ഷെ മാറാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണോ അല്ലേ? ഓക്കെ, അപ്പൊ മാറാണ്ടിരിക്കാനുള്ള ഐഡിയ മിസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇതെന്താ? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ് കണ്ടോ? അതിന്റെ നേരത്തെ കേസിൽ മിഡ് ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരുന്നു അല്ലേ? പക്ഷെ ഈ കേസിൽ എന്താ? മിഡ് ഏരിയ എന്ന് പറയുന്നത് എന്താ? ഭയങ്കര വൈഡർ അല്ലേ, അല്ലെങ്കിൽ ബ്രോഡ് അല്ലേ? അതെ, പക്ഷെ എഡ്ജ് ഏരിയ എന്താ? ഭയങ്കര കുഞ്ഞല്ലേ, തിന്നറല്ലേ? ഓക്കെ, അപ്പൊ അതാണ് കോൺവെക്സ് ലെൻസ്. ഇതിന് 2 വേറൊരു പേരും കൂടി പറയുന്നു. അതായത് കൺവേർജിങ് ലെൻസ് ആൻഡ് ഓൾസോ ഡൈവേർജിങ് ലെൻസ്. കോൺവെക്സ് ലെൻസിന് നമ്മൾ എന്ത് പറയുന്നു? കൺവേർജിങ് ലെൻസ് എന്നും പറയുന്നു. ആൻഡ് ഓൾസോ കോൺകേവ് ലെൻസിന് നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്നും പറയുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തുകൊണ്ടാന്നുള്ളതല്ലേ? അതായത് കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വന്ന് വീഴുന്നു. അതായത് ഇവിടെ നിന്ന് ലൈറ്റ് വന്ന് വീഴുന്നു. ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ ലൈറ്റ്സിനൊക്കെ കൂടി ഒരൊറ്റ പോയിന്റിലേക്ക്
ജോയിൻ ചെയ്യിപ്പിക്കും, അതായത് ഒരു ഒറ്റ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? കൺവേർജിങ്. കൺവേർജ് ചെയ്യുക, അതായത് എല്ലാം ഒരുമിച്ചാക്കുക, അതാണ് കൺവേർജിങ് എന്ന് പറയുക. അതേസമയം നമ്മുടെ കോൺകേവ് ലെൻസ് ആണെങ്കിലോ ഇതേ ലൈറ്റ്സ് വന്ന് ഇങ്ങനെ വീഴാന്ന് വിചാരിച്ചോ, പക്ഷെ ഇതെന്താ ചെയ്യാന്നറിയോ? ഇതെന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്യിപ്പിക്കുന്നു, അതായത് എന്താ? സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്നു, അതായത് അതെല്ലാം ഇങ്ങനെ വേർവേറായിട്ട് പോകും. ഓക്കെ, അതാണ് എന്താ? ഡൈവേർജിങ് ലെൻസ് ട്ടോ. ഓക്കെ, അതാണ് കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിന്റെ വേറെ ഡിഫറൻസ് ട്ടോ. അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ അതെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ? തിക്കർ അറ്റ് ദ സെന്റർ ആൻഡ് തിന്നർ അറ്റ് ദ എഡ്ജ്. മിസ് ഓൾറെഡി പറഞ്ഞു, തിക്കർ ആയിരിക്കും നടുക്ക്, അറ്റത്ത് എന്താ? ഭയങ്കര തിന്നർ ആയിരിക്കും. കോൾഡ് കൺവേർജിങ് ലെൻസ്. എന്തുകൊണ്ടാ? ഞാൻ പറഞ്ഞല്ലോ കൺവേർജിങ് എന്താന്ന്. ആൻഡ് ഓൾസോ ബെൻ ലൈറ്റ് റേസ് ഇൻവേർഡ്സ്. കണ്ടോ, മിസ് പറഞ്ഞില്ലേ എല്ലാ ലൈറ്റ്സും ഒരുമിച്ച് കൊണ്ടുവരും അല്ലേ? അതുകൊണ്ട് എന്താ? അത് ബെൻഡ് ലൈറ്റ് ടുവേർഡ്സ് ദ ഇൻവേർഡ്സ്, ദാറ്റ് മീൻസ് കൺവേർജിങ്. ക്യാൻ ഫോം റിയൽ ആൻഡ് വെർച്വൽ ഇമേജ്. അതാ റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഫോം ചെയ്യാൻ പറ്റുന്നു. മിസ് റിയൽ ഇമേജും വെർച്വൽ ഇമേജും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ. ഇപ്പം നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇമേജ് മേ ബി മാഗ്നിഫൈഡ് ഓർ റെഡ്യൂസ്ഡ്. ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്തിനാ യൂസ് ചെയ്യുന്ന അറിയോ? ഇത് ഇറ്റ്സ് കോൾഡ് മാഗ്നിഫൈങ് ലെൻസ് എന്നും കൂടി പറയുന്നു. കാരണം എന്താ? അത് നമ്മൾ ഇത്തിരി ഉള്ള ലെറ്റേഴ്സ് ആക്കട്ടെ എന്ത് സാധനം ആക്കട്ടെ ഇത്തിരി ആണെങ്കിൽ പോലും അതെന്താ ഭയങ്കര വലിയതായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് അതെന്താ കോൺവെക്സ് ലെൻസ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ദാറ്റ് മാഗ്നിഫൈങ് ലെൻസ്. ഓക്കെ, പിന്നെ അതെന്താ ചില കേസിൽ അതെന്ത് ചെയ്യുന്നു? സൈസ് കുറക്കും, അതും ചില കേസിൽ മാത്രം. പക്ഷെ മെയിൻ ആയിട്ട് കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ്സ് എ മാഗ്നിഫൈങ് ലെൻസ്. അത് ഓർത്ത് വെച്ചാൽ മതി. യൂസ്ഡ് ഇൻ മാഗ്നിഫൈങ് ഗ്ലാസസ്, ക്യാമറ, മൈക്രോസ്കോപ്പ്. കണ്ടോ, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഫോക്കസ് സൺലൈറ്റ് ടു എ പോയിന്റ്. കണ്ടോ, അതെന്താ? ഇതിന് സൺലൈറ്റ്സിനൊക്കെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്? നമ്മുടെ കോൺകേവ് ലെൻസ്. അതായത് എന്താ? നമ്മൾ പറഞ്ഞു ഇവിടെ തിക്കർ നടുക്കാണെങ്കിൽ ഇവിടെ തിക്കർ എവിടെയായിരിക്കും? ഇവിടെ നമ്മുടെ കോൺവെക്സില് തിക്കർ എവിടെ ഇരിക്കും? സെൻട്രൽ തന്നെ. പക്ഷെ ഇവിടെ എന്താ? തിക്കർ എവിടെയാ? നമ്മുടെ എന്ത് ഭാഗത്താ അല്ലേ? ഓക്കെ, അതെന്താ? പിന്നെ ഡൈവേർജിങ് ലെൻസ് ആണ് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓൾസോ കണ്ടോ, ഔട്ട്വേർഡ്സ് ആയിരിക്കും ബെൻഡിങ് സംഭവിക്കുക. ബെൻഡിങ് എന്ന് അറിയില്ല, ഇങ്ങനെ എന്താ? ലൈറ്റ് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു. ഓൾവേസ് ഫോം എ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് ആയിരിക്കും. ഇവിടെ റിയൽ വെർച്വൽ ഉണ്ടാക്കുമെങ്കിൽ ഇവിടെ എന്ത് ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ? വെർച്വൽ ഇമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് പറയാം. ഓക്കെ, അപ്പോൾ പറയാം. ഓക്കെ, ആൻഡ് ഓൾസോ ഇതെന്താ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? നമ്മൾ മാഗ്നിഫൈ ചെയ്യും, വലിയതാക്കാനാണല്ലോ യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണെന്നറിയോ? നമ്മുടെ കോൺകേവ് ലെൻസ് എന്താ? കുട്ടിയാക്കാനാണ്. വലിയ ഇമേജ് നമുക്ക് കുട്ടിയായിട്ട് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആൻഡ് ഓൾസോ ഇതെന്താ? മയോപ്പിയ, പീപ്പ് ഹോൾ എന്ന് പറയും. പീപ്പ് ഹോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോറിലൊക്കെ നമ്മൾ ആരെങ്കിലും വന്നിട്ട് ബെല്ലടിച്ചത് ഇങ്ങനെ ഇടങ്കണ്ണിട്ട് ഒരു കുഞ്ഞു ഹോളിൽ കൂടി നോക്കില്ലേ? ആ ഹോളിൽ യൂസ് ചെയ്യുന്ന എന്താണെന്നറിയോ? കോൺകേവ് ലെൻസ്. അതായത് നമ്മളെ കുട്ടിയെ ഹോളിൽ കൂടി നോക്കിയാലും നമുക്ക് ഒരാളുടെ ഫുൾ ബോഡി കാണാൻ പറ്റും. കാരണം എന്താ? അതെന്താ? ലൈറ്റിനെ ഡൈവേർജ് ചെയ്താൽ പോകുക. അപ്പോൾ ലൈറ്റ് ഒന്ന് ആളുടെ ഫുൾ ബോഡിയിൽ വന്ന് തട്ടുമ്പോൾ നമുക്ക് എല്ലാ ലൈറ്റും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾസോ cannot focus the sunlight to a point. കണ്ടോ, ഡൈവേർജിങ് അല്ലേ? ലൈറ്റ്സ് ഒക്കെ സ്പ്ലിറ്റ് ആയിട്ട് പോകും അല്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് അതിനെ ലൈറ്റ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കാട്ടോ. സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, മിസ് പറഞ്ഞായിരുന്നു ലെൻസിന് രണ്ട് സ്പിയർ കമ്പൈൻ ചെയ്താണ് രണ്ട് ലെൻസും. ഒരു ലെൻസ് അല്ല, രണ്ട് ലെൻസ് ഫോക്കസ് ചെയ്യുക. അതായത് എന്താ? ഈ രണ്ട് ലെൻസും ഫോക്കസ് ഉണ്ടാക്കുന്നത് രണ്ട് സ്പിയർ ഫോം ചെയ്തിട്ടാണ്. അപ്പോൾ ആ സ്പിയർ ഫോം ചെയ്യാനായിട്ട് സ്പിയർ ഫോം ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് നോക്കിയേ, ഈ രണ്ട് ലെൻസ് കമ്പൈൻ ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുക. ആൻഡ് ഓൾസോ ഈ രണ്ട് ലെൻസ് കുറച്ച് നീക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുക? കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് പഠിക്കണം. ആ പോയിന്റ്സ് അല്ല, ടേംസ് പഠിക്കണം. ആ ടേംസ് എന്തൊക്കെയാണെന്ന് മിസ് പറയുന്നു കേട്ടോ. രണ്ടിനും ഒരേ ടേംസ് തന്നെ കേട്ടോ. ഒരെണ്ണത്തിന് വേറെ ടേം, മറ്റേതിന് വേറെ ടേംസ്, അങ്ങനത്തെ ഒന്നുമില്ല. രണ്ടിനും ഒരേ ടേംസ് തന്നെയാണ്. അപ്പോൾ O denote optic center. എന്താണ് O denote optic center? ഒപ്റ്റിക് സെന്റർ എന്ന് വെച്ചാൽ ഒരു സ്പിയറിന്റെ മിസ് കാണിച്ചത്. അതായത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലെൻസ് ഈസ് ദ ഒപ്റ്റിക് സെന്റർ, അല്ലെങ്കിൽ പ്രകാശ കേന്ദ്രം.
ലെൻസിന്റെ മധ്യബിന്ദുവിനെയാണ് പ്രകാശ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഒരു ലെൻസിന്റെ സെന്റർ, അതായത് നമ്മളിപ്പോൾ ഇതറിയാം, ഇത് കോൺവെക്സ് ലെൻസ് അല്ലേ. കോൺവെക്സ് ലെൻസിന്റെ ഈ സെന്റർ പോർഷനാണ് നമ്മൾ എന്ത് പറയാം, ഒപ്റ്റിക് സെന്റർ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകാശ കേന്ദ്രം എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഒപ്റ്റിക് സെന്റർ പഠിച്ചു. ദ നെക്സ്റ്റ് വൺ, സെന്റർ ഓഫ് കർവേച്ചർ. ഈച്ച് റിഫ്രാക്റ്റീവ് സർഫസ് ഓഫ് ദ ലെൻസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ. ദ സെന്റർ ഓഫ് ദ സച്ച് സ്പിയേഴ്സ് ആർ സെന്റേർഡ് ഓഫ് കർവേച്ചർ. അതായത് വക്രതാ കേന്ദ്രങ്ങൾ. ലെൻസിന്റെ ഓരോ അപവർത്തന പ്രതലങ്ങളും ഗോളത്തിന്റെ ഭാഗമാണ്. ഈ ഗോളങ്ങളുടെ കേന്ദ്രങ്ങളാണ് വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. അതായത് ഒന്നില്ല, ഈ എവിടെ പോയി ഈ സ്പിയർ, ഈ ഒരു പർട്ടിക്കുലർ ഒറ്റ സ്പിയർ കൺസിഡർ ചെയ്യുക. ഈ പർട്ടിക്കുലർ സ്പിയറിന് എന്തുണ്ട്, ഒരു സെന്റർ ഇല്ലേ? ഓഫ്കോഴ്സ് ഒരു സെന്റർ, ഒരു സർക്കിളിന് ഒരു സെന്റർ ഇല്ലേ? ആ സെന്ററിനെയാണ് എന്ത് പറയാ, സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓരോ പർട്ടിക്കുലർ സ്പിയറിനും ഓരോ സെന്റേഴ്സ് ഉണ്ട്. ആ സെന്ററിനെയാണ് എന്ത് പറയാ, സെന്റർ ഓഫ് കർവേച്ചർ എന്ന്, അഥവാ എന്താ, വക്രത കേന്ദ്രം എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അത് ഈ കേസിൽ മാത്രമല്ല കേട്ടോ, ഈ കേസിലും അത് തന്നെയാണ്. അടുത്തത് ഒപ്റ്റിക് ആക്സസ്, അഥവാ എന്താ, പ്രകാശിക അക്ഷം. ഒന്നില്ല, നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറും ഒപ്റ്റിക് ആക്സസ്, ഒപ്റ്റിക് സെന്ററും കൂടി ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനിനെ നമ്മൾ എന്ത് പറയുന്നു, ഒപ്റ്റിക് ആക്സസ് എന്ന് പറയുന്നു. ഓക്കെ, അതായത് സെന്റർ ഓഫ് കർവേച്ചറിനെ നമ്മുടെ പിന്നെന്താ, നമ്മുടെ എന്തായാലും ഒപ്റ്റിക് സെന്ററിനെയും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്, ഒപ്റ്റിക് ആക്സസ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രകാശിക അക്ഷം എന്ന് പറയുന്നുണ്ടാവുക. The optic axis is the imaginary line passes through the center of curvature and the optic center of the lens. കണ്ടോ, അതൊരു ഇമാജിനറി ലൈനാണ്. ഒരു ലെൻസ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ എവിടെ ഒപ്റ്റിക് ആക്സസ് എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം എന്താ, നമുക്ക് അങ്ങനത്തെ ഒരു ലൈനൊന്നും ഇല്ല. പക്ഷെ നമ്മളത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അങ്ങനത്തെ ഒരു ഇമാജിനറി ലൈൻ ഫോം ചെയ്തേക്കുക. ഓക്കെ, ലെൻസിന്റെ വക്രതാ കേന്ദ്രങ്ങളിലൂടെയും പ്രകാശ കേന്ദ്രങ്ങളിലൂടെയും കടന്നു പോകുന്ന സാങ്കല്പിക രേഖയാണ് പ്രകാശിക അക്ഷം എന്ന് പറയുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? സെറ്റ്. And then last term എന്ന് പറഞ്ഞാൽ aperture. Okay, aperture. The area of the lens through which light passes is called aperture. In optical instruments such as camera, microscope, the aperture can be varied by using the stop. Okay, aperture എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്, ഇവിടെ ഇത് കണ്ടോ, ഇതാണ് ലെൻസ്. ഈ ലെൻസിന്റെ ഇവിടെയൊക്കെ എന്ത് വരുന്നു, ലൈറ്റ് വന്ന് വീഴുന്നില്ലേ? അപ്പോൾ ഈ ഏരിയ ഫുള്ളും എന്താ, ഈ ഏരിയനെ എന്ത് ഫുള്ളും എന്ത് പറയുന്നു, അതായത് ഈ ഏരിയ ഫുള്ള് എന്ത് നമ്മൾ പറയുന്നു, അപ്പാർച്ചർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു ലെൻസിന് ഒരു സൈഡ് മാത്രമല്ല, രണ്ട് സൈഡും എന്താണ്, നമുക്ക് ലൈറ്റ് കടത്തി വിടാൻ പറ്റുമല്ലേ? അപ്പോൾ ഈ എൻഡിനെ എന്ത് നമ്മൾ പറയുന്നു, ഈ ഏരിയനെ നമ്മൾ എന്ത് പറയുന്നു, ഇതല്ല, ഈ ലെൻസിന്റെ കേസ് ആട്ടോ മിസ് എടുത്ത്. വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് മിസ് പറഞ്ഞുതരാം. കണ്ടോ, ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ ഇതൊക്കെ എന്താ, ഒരു അപ്പർച്ചർ. കാരണം ലൈറ്റ് പോകുന്ന വഴികളല്ലേ ലെൻസിന്റെ കേസിൽ, അതാണ്. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിനും സെയിം തന്നെ കേട്ടോ. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിച്ചു. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത പഠിക്കാൻ എന്താന്ന് പറഞ്ഞോ, എന്താ പഠിക്കാനുള്ളത്? അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ്, അഥവാ എന്ത് പറയുന്നു, പ്രിൻസിപ്പൽ ഫോക്കസ്. അതെ, പ്രിൻസിപ്പൽ ഫോക്കസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലെൻസിന്റെ മുഖ്യ ഫോക്കസ്. ഓക്കെ, അപ്പൊ എന്താ, ഒന്നില്ല, പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വെച്ചാൽ ലൈറ്റ് റേ നിയർ പാരലൽ ടു ദ ഓപ്റ്റിക് ആക്സസ് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ കൺവേർജ് അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്റ്റിക് ആക്സസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. ദിസ് പോയിന്റ് ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ ഓഫ് എ കോൺവെക്സ് ലെൻസ്. ഒന്നുമില്ല മിസ്, ഈ പറഞ്ഞ വെച്ചൊന്നും നോക്കേണ്ടത്, ഇതാണെന്ത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നുണ്ടാവുക. എന്താണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നുണ്ടാവുക? അതായത് ലൈറ്റ്സ് വന്ന് വീഴുന്നു, ആ ലൈറ്റ്സ് വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. എന്തിൻ്റെ കേസിൽ? ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. ആ കൺവേർജ് ചെയ്യുന്ന ആ പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രിൻസിപ്പൽ ഫോക്കസ് അഥവാ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതേ നോക്കിയേ, കോൺവെക്സ് ലെൻസിന് എന്തായിരിക്കും, ഇതൊരു ഒരു ലൈറ്റ് വന്ന് ഫോക്കസ് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺകേവ് ലെൻസിന്റെ കേസിലോ കണ്ടോ, കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് പോകുകയെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു. അതായത് എല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോകുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യുന്നു, ആ ലൈറ്റ് വന്ന് ബാക്കിലേക്ക് വന്ന്
വേറൊരു ബാക്കിൽ ഇമേജ് എവിടെ ഒബ്ജക്റ്റ് എവിടെ വെച്ചേക്കുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യാൻ പറ്റുന്നു. ആ പോയിന്റ് ആണ് എന്ത്, കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നുണ്ടാവുക. നമുക്കറിയാം രണ്ട് സൈഡിലും എന്തുണ്ട്, ഫോക്കസും സെന്റർ ഓഫ് കർവേച്ചറും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ രണ്ട് സൈഡിലും നമുക്ക് ഫോം ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ മിസ്സിങ് ഇത് വായിക്കാം. ലൈറ്റ് റേ നിയർ ആൻഡ് പാരലൽ ടു ദ optic axis incident on a concave lens after refraction appear to diverge from a point on the optic axis on the same side of the lens. This point is principal focus of a concave lens. മനസ്സിലായോ? കോൺകേവ് ലെൻസിന്റെ ഇതെന്താണെന്ന് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ആ പറഞ്ഞത് തന്നെ മലയാളത്തിലാണ് മിസ് എഴുതിയേക്കുന്നത്, മലയാളം കുട്ടികൾക്ക് വേണ്ടിയാട്ടോ. സെറ്റ് അല്ലേ? അപ്പോൾ ഇത് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എഫ്, ക്യാപിറ്റൽ എഫ് വെച്ചാണ് രണ്ട് കേസിലും. ഓക്കെ, രണ്ട് കേസിലും എന്താ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താ, എഫ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എഫ് തന്നെയാട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്ത് പറയുന്നറിയോ, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. എന്താണ്, ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരത്തെ നമ്മൾ എന്ത് പറയുന്നു, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. അത് ഇതിന്റെ കേസിലാണ് കേട്ടോ. ഇതിന്റെ കേസിലും എന്താ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയുന്നു, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ എഫ്. എന്താണ് ഫോക്കൽ ലെങ്ത് ഡിനോട്ടഡ് ബൈ സ്മോൾ എഫ്. ഓക്കെ, സെറ്റ്. അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും ഡിഫറൻസും ഒക്കെ പഠിച്ചല്ലേ. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളതെന്നറിയോ? നമ്മുടെ ഇമേജ് ഫോർമേഷൻ ഓഫ് ലെൻസ്. എന്താണ് ഇമേജ് ഫോം ചെയ്യുക, ഒരു ലെൻസിൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് ഒരു ലെൻസിൻ്റെ കേസിൽ മാത്രമല്ല, രണ്ട് ലെൻസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കണം കേട്ടോ. സെറ്റ് അല്ലേ? രണ്ട് ലെൻസിൻ്റെ കേസിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, ഇതാദ്യം ഏതാന്ന് അറിയോ നമ്മൾ പഠിക്കാൻ പോകുന്നത്, കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. എന്താണ്, കോൺവെക്സ് ലെൻസിന്റെ കേസിലാണ്. ആ ഇമേജ് ഫോം ചെയ്യുന്നതിന്റെ പഠിക്കണം. നമ്മൾ ലെൻസിന്റെ കേസ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിക്കണം. അതായത് ഒരു കോൺവെക്സ് ലെൻസ് എടുത്താൽ ലൈറ്റ് എങ്ങനെയൊക്കെ പോകും അത് നമുക്ക് അറിയണം. അത് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം ഇവിടെ നിന്ന് കുറേ ലൈറ്റ്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, കുറേ ലൈറ്റ്സ് ആയിരിക്കും. അതിനകത്ത് ഏതെങ്കിലും ലൈറ്റ്സ് ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയാൽ, എന്താണ്, ഏതെങ്കിലും ലൈറ്റ്സ് ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയാൽ അതെന്ത് ചെയ്യുന്നു, വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇറ്റ് വിൽ ഗോ. അതായത് ഒരു ഡീവിയേഷൻ ഇല്ലാണ്ട് ആ ലൈറ്റ്സ് ഇങ്ങനെ കടന്നു പോകുന്നു. മനസ്സിലായോ? വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇറ്റ് വിൽ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, ഒപ്റ്റിക് സെന്ററിൽ കൂടി. ഇനി ഒരു ലൈറ്റ് വന്ന് ഫോക്കസ്, നമുക്കറിയാം ഈ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടിയാണ് പോകുന്നത്, മുഖ്യ ഫോക്കസിൽ കൂടി പോകുന്നു. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടോ ഇങ്ങനെ ലൈറ്റ് വന്ന് പോകുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിക്കും അറിയോ? കണ്ടോ, ഈ ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് ലൈറ്റ് പോകുന്നു. എന്താണ്, ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് ലൈറ്റ് പോകുന്നു. ഫോക്കസിൽ കൂടി വന്നാൽ ലൈറ്റ് പിന്നെ എന്ത് സംഭവിക്കുന്നു, ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് പോകും കേട്ടോ. Okay, and the third rule is if a light falls directly to the convex lens, അതായത് ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കോൺവെക്സ് ലെൻസിലേക്കാണ് വീഴുന്നത്, വേറെ ഫോക്കസിലോ ഒപ്റ്റിക് ആക്സിസിലോ അല്ല ഒപ്റ്റിക് സെന്ററിലോ ഒന്നുമല്ല, ഡയറക്റ്റ് ആയിട്ടാണ് വന്ന് വീഴുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയോ? അത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. എന്താണ്, ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി? ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, നേരെ അങ്ങോട്ട് ലൈറ്റ് പോയിക്കോളും. പക്ഷെ ഫോക്കസിൽ കൂടി പോയി കഴിഞ്ഞാൽ എന്താ, പാരലലായിട്ട് പോകും. ആൻഡ് ഓൾസോ പാരലലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ, ഫോക്കസിൽ കൂടി പോകും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. ദാറ്റ്സ് ഓൾ. ഓക്കെ, മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പിൾ വെച്ചാണ് നമ്മൾ ഓരോ കേസും പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ നോക്കിയേ, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്താണ് മിസ് വരച്ചേക്കുന്നത്. കണ്ടോ, ഇതെല്ലാം കൂടി നമുക്കറിയാം. പ്രിൻസിപ്പൽ ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് പോയി കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടി പോകുന്നു. കണ്ടോ, ഫോക്കസിൽ കൂടി ഇങ്ങനെ പോകും അല്ലേ. പിന്നെ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോയി കഴിഞ്ഞാൽ കണ്ടോ, വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇറ്റ് വിൽ ഗോ. ആൻഡ് ഓൾസോ വെൻ ഇറ്റ് ഫോൾസ് ത്രൂ ഫോക്കസിൽ കൂടി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, കണ്ടോ, ഒന്നും സംഭവിക്കാണ്ട് ഒറ്റയടിക്ക് പാരലലായിട്ട് ഒപ്റ്റിക് ആക്സസിന് പാരലലായിട്ട് പോകുന്നു. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, സിറ്റ്.
അപ്പോൾ ഫസ്റ്റ് കേസ് പഠിക്കാം. അതായത് നമ്മൾ ഇനി ഇമേജ് ഫോർമേഷൻ ആണ്, ഇമേജ് ഫോം ചെയ്യാൻ പോവാ. ഇമേജ് ഫോം ചെയ്യുന്ന കേസിൽ ഫസ്റ്റ് ഞാൻ എവിടെ വെക്കാമെന്ന് അറിയോ? ഇമേജിന് എവിടെ വെക്കാം, അല്ല ഒബ്ജക്റ്റിന് എവിടെ വെക്കാമെന്ന് അറിയോ? ബിയോണ്ട് 2f, ബിയോണ്ട് 2fൽ വെക്കാം. എന്താണ് ബിയോണ്ട് 2fൽ വെക്കുമ്പോൾ 2fൻ്റെ ബാക്കിലായിട്ട്, ബിയോണ്ട് എന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ഓഫ് ദ 2f. അപ്പം മിസ് പറയും 2f എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ? ഈ ഡിസ്റ്റൻസ് എത്രയാണോ അതിപ്പോൾ 2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എഫ് എന്നുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 2f ആയിരിക്കും. ഇതിൻ്റെ 2 ഇരട്ടിയല്ല. അപ്പോൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാ? 4 അല്ലേ? അതായത് ഇതിന് ഇങ്ങോട്ടേക്കുള്ളത് 4 ഉണ്ട്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇരട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് 2f എന്ന് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി മിസ് എഴുതിയതാണേ. ഓക്കെ, അപ്പം നമ്മൾ 2fൽ വെച്ചു. 2fൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ടോ, ലൈറ്റ് റേ വന്ന് എന്ത് ചെയ്യുന്നു? ഫോക്കസ് നമ്മുടെ കോൺവെക്സ് ലെൻസിലേക്ക് വന്ന് തട്ടുന്നു. തട്ടിയിട്ട് എന്ത് പോകുന്നു? കണ്ടോ, ഫോക്കസിൽ കൂടി ഇങ്ങനെ കടന്നു അല്ലേ? നമ്മൾ പഠിച്ച റൂള്. ദാറ്റ്സ് ഓൾ. പിന്നെ അടുത്തത് എന്തായിരുന്നു? നമ്മുടെ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ ഇങ്ങനെ പോകും അല്ലേ? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുമ്പോഴും എന്ത് സംഭവിക്കും? ഇങ്ങനെ പോകുന്നു. ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് ഇല്ലേ, അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യുക. എന്താണ്? ആ 2 ലൈറ്റും കൂടി കമ്പൈൻ ചെയ്യുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കും എന്ത് ഫോം ചെയ്യണ്ടാവുക? നമ്മുടെ ഇമേജ് ഫോം ചെയ്യാനുണ്ടാവുക. ആൻഡ് ഓൾസോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ഇമേജ്, ഈ ഇമേജിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മളോട് ചോദിക്കും. അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ്, അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇത് നോക്കിയേ, ഇതെന്താ? ഈ ഇമേജ് ഒബ്ജക്റ്റിനെക്കാട്ടും ചെറിയതല്ലേ ഇമേജ്? എന്താണ്? ചെറുതാല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ് ഇമേജ്. എന്താണ്? ഡിമിനിഷ്ഡ് ആണ്, കുഞ്ഞാണ് അല്ലെ? സ്മോൾ. ഓക്കെ, സ്മോൾ അങ്ങനെ പറയാം. സ്മോൾ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എന്താ? ഇത് നേരെ നിൽക്കുന്ന ഇമേജ് അല്ലേ? അല്ല, ഒബ്ജക്റ്റ് അല്ലേ? നേരെ അല്ലേ നിൽക്കുക. പക്ഷെ ഇതെന്താ? തലതിരിഞ്ഞല്ലേ നിൽക്കുക. അതുകൊണ്ട് എന്ത് പറയാം? ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞൂടെ? ഇൻവേർട്ടഡ് ഇമേജ് ആണെന്ന് പറയാം. ആൻഡ് ഓൾസോ ദ തേർഡ് പ്രോപ്പർട്ടി എന്തായിരിക്കും എന്ന് അറിയോ? ഇറ്റ്സ് എ റിയൽ ഇമേജ്. ആൻഡ് ഓൾസോ വാട്ട് ഈസ് റിയൽ ആൻഡ് വെർച്വൽ എന്നുള്ള ചോദ്യത്തിന് ഇനി മിസ് ഉത്തരം പറയാം. റിയൽ ആൻഡ് വെർച്വൽ ഇമേജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഒരു ഇമേജ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റി, അതിന് എന്ത് പറയുന്നു? റിയൽ ഇമേജ് എന്ന് പറയുന്നു. അതായത് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നു. സ്ക്രീനിൽ പതിക്കുന്ന പ്രതിബിംബങ്ങളെയാണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയുന്നുണ്ടാവുക, റിയൽ ഇമേജ് എന്ന് പറയുന്നുണ്ടാവുക. ഓക്കെ, സ്ക്രീനിൽ എന്ത് ഇമേജ് ഫോം ചെയ്യുന്ന ആ ഇമേജിന് നമ്മൾ എന്ത് പറയുന്നു? റിയൽ ഇമേജ് എന്ന് പറയുന്നു. ഇഫ് ദ ഇമേജ് ഇസ് നോട്ട് ക്യാപ്ചേർഡ് ഓൺ ദ സ്ക്രീൻ, അല്ലേ? സ്ക്രീനിൽ വന്നിട്ടില്ല, ബട്ട് വി ക്യാൻ സീ ഇറ്റ്, നമുക്കത് കാണാൻ പറ്റും, പക്ഷെ അത് സ്ക്രീനിലല്ല നമ്മൾ കാണുന്നത്. അങ്ങനത്തെ ഒരു ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുക? വെർച്വൽ ഇമേജ് എന്ന് പറയുക. കണ്ടോ, ദ ഇമേജ് ദാറ്റ് കനോട്ട് ബി ക്യാപ്ചേർഡ് ഓൺ എ സ്ക്രീൻ ബട്ട് ക്യാൻ ഓൺലി സീൻ ആർ വെർച്വൽ ഇമേജ്. സ്ക്രീനിൽ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കാണാൻ പറ്റും, ജസ്റ്റ് കാണാൻ പറ്റും. അങ്ങനത്തെ ഇമേജ് നമ്മൾ എന്ത് പറയുന്നു? വെർച്വൽ ഇമേജ് എന്ന് പറയുന്നു. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതും എന്നാൽ നമുക്ക് കാണാൻ മാത്രം കഴിയുന്നതുമായ പ്രതിബിംബങ്ങളെ നമ്മൾ മിഥ്യാ പ്രതിബിംബങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? അപ്പം റിയൽ ഇമേജ് നമ്മൾ നോക്കി, വെർച്വൽ ഇമേജ് നോക്കി. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ എവിടെയാണ് നിർത്തിയത്? നമ്മൾ ഈ കേസിലാണ്. കണ്ടോ, ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്ക്രീൻ വെച്ച് ഈ സ്ക്രീനിലായിരിക്കും എന്ത് ഫോം ചെയ്യുക? ഈ ഇമേജ് ഫോം ചെയ്യുക. ദാറ്റ്സ് കോൾഡ്, ഇതെന്താ? എന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഇൻവേർട്ടഡ് ആണെന്ന് പറയാം. ആൻഡ് ഓൾസോ സ്മോൾ, അതർവൈസ് ഡിമിനിഷ്ഡ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത കേസിൽ ഇതെവിടെയെന്നറിയോ? നമ്മൾ ഓബ്ജക്റ്റ് വെക്കുന്ന എവിടെയെന്നറിയോ? അറ്റ് എഫ്. എന്താണ്? അറ്റ് എഫ്. അതല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിലാണ് ഞാൻ എന്ത് വെക്കാൻ പോകുന്നത്? നമ്മുടെ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഒബ്ജക്റ്റ് വെക്കാൻ പോകുന്നത് എവിടെയാണ്? എന്താ, എഫിലാണ് അല്ല 2fൽ. സോറി, എഫിലല്ല കേട്ടോ, അറ്റ് എഫ് അല്ല. സോറി, എഫ് അല്ല, നമ്മുടെ 2fലാണ് വെക്കാൻ പോകുന്നത്. 2f ആണ്, എഫ് അല്ല, 2f ആണ്. അപ്പം 2fൽ വെച്ചു. 2fൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. 2fൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ച പ്രിൻസിപ്പിൾസ് ഒക്കെ യൂസ് ചെയ്യുക. അതായത് ഞാനിവിടെ ഒബ്ജക്റ്റ് വെച്ചു, ഇതെന്താ? ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്നു. ദെൻ ഇറ്റ് ഫോൾസ് ഓൺ ദ ലൈറ്റ് ഫോൾസ് ഓൺ ദ കോൺവെക്സ് ലെൻസ് അല്ലേ? അതെന്ത് ചെയ്യുന്നു? ഫോക്കസിൽ കൂടി പോകുന്നു. ഈ 2 ലൈറ്റ്സും കൂടി എങ്ങോട്ട് ഫോം ചെയ്യും? നമ്മുടെ 2fൽ. എവിടെ? 2fൽ തന്നെ വന്ന് കൺവേർജ് ചെയ്യും കേട്ടോ. എന്താണ്? 2fൽ തന്നെ കൺവേർജ് ചെയ്യുന്നു.
ഓക്കെ, അപ്പൊ 2F വെച്ച് എവിടെ വരുന്നു? 2F തന്നെ വരുന്നു അല്ലെ. അതിനു മുമ്പ് 2F മുമ്പിൽ വെച്ചപ്പോ എവിടെയാ വന്നത്? അത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇമേജ് എവിടെ ഫോം ചെയ്തേ? അതായത് ബിയോണ്ട് 2F കേസിൽ നമ്മൾ ഇമേജ് എവിടെ ഫോം ചെയ്തേ? ഫോക്കസിനും 2F ഇടക്ക അല്ലേ? പൊസിഷൻ ഓഫ് ഇമേജ് എന്താ? ഇമേജ് പൊസിഷൻ എന്താ? ബിറ്റ്വീൻ F and 2F അല്ലേ? F and 2F. അപ്പൊ ഈ കേസിൽ എത്രയാ ഇമേജിന്റെ ഫോർമേഷൻ? എവിടെയാ ഇമേജ് എവിടെ ഉണ്ടാവുക? ഇമേജ് അറ്റ് F തന്നെ. എന്താണ്? അറ്റ് F തന്നെ ആയിരിക്കും. ഈ F വെച്ചു, സോറി, അറ്റ് 2F ആണ്. അതായത് 2F വെച്ചു ഇമേജ് എവിടെ കിട്ടി? 2F തന്നെ കിട്ടി. ആൻഡ് ഓൾസോ ഇത് പറയുമ്പോഴും പഠിക്കാനും ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇമേജ് എങ്ങനെ ഇരിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് സെയിം സൈസ് ആയിരിക്കും. 5 സെന്റിമീറ്റർ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് വെക്കുന്നതെങ്കിൽ ഇമേജ് എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, സെയിം സൈസ് ആയിരിക്കും. ആൻഡ് ഓൾസോ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ? നിവർന്ന ഇമേജ് അല്ലേ, അതായത് നേരെ നിൽക്കുന്ന ഇമേജ് ആണ്. പക്ഷെ ഇതെന്താ? തലതിരിഞ്ഞ ഇമേജ് അല്ലേ. അതുകൊണ്ട് തലതിരിഞ്ഞ ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ആൻഡ് ഓൾസോ റിയൽ ആണ്. കണ്ടോ, സ്ക്രീൻ വെച്ച സ്ക്രീനിലായിരിക്കും അല്ലേ. അപ്പൊ ഇറ്റ്സ് കോൾഡ് റിയൽ ഇമേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാട്ടോ. സെറ്റ് അല്ലേ? അപ്പൊ നമ്മള് ബിയോണ്ട് 2F ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ ഇമേജ് 2F ഉണ്ടാക്കി, അതിന്റെ പ്രത്യേകതകളും പറഞ്ഞു. ഇനി അടുത്ത കേസ് പഠിക്കാൻ പോകുന്നത് എവിടെയെന്നറിയോ? ഇതെവിടെ വെച്ചേക്കാ? ഒബ്ജക്റ്റ് അറ്റ്, നമുക്ക് എന്ത് പറയാം? ഒബ്ജക്റ്റ് അറ്റ് എന്ത് പറയുന്നു? ഒബ്ജക്റ്റ് ഇവിടെ എവിടെയാ വെച്ചേക്കുന്ന? 2F F അടക്കാം അല്ലെ. ഒബ്ജക്റ്റ് അറ്റ് F ആൻഡ് അറ്റ് എന്ന് പറയാൻ പറ്റില്ല, ബിറ്റ്വീൻ എന്ന് പറയാം അല്ലെ. രണ്ട് കേസിന് നടുക്കല്ലേ, അപ്പൊ നമുക്ക് ബിറ്റ്വീൻ എന്ന് പറയാം. എന്താ? ബിറ്റ്വീൻ മിസ് ഷോർട്ട് ഫോം ആയിട്ട് എഴുതിക്കണം. ബിറ്റ്വീൻ F ആൻഡ് 2F കേട്ടോ. F ആൻഡ് 2F. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? നമുക്കറിയാം 2F F വെക്കുന്നു ഇമേജ്, ഒബ്ജക്റ്റ് വെക്കുന്നു. നമ്മുടെ കണ്ടിന്യൂസ് പ്രിൻസിപ്പൽ, നമ്മുടെ പഠിച്ച പ്രിൻസിപ്പിൾസ് ഒക്കെ അങ്ങോട്ട് തള്ളി വിടാം. അതായത് വന്ന് വീഴുമ്പോൾ കണ്ടോ ഫോക്കസിൽ കൂടി പോകുന്നു, ദെൻ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്നു. ആൻഡ് ഓൾസോ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്ത് ചെയ്യുന്നു? അത് കൺവേർജ് ചെയ്യുക അല്ലെ. ഇമേജ് കൺവേർജ് ചെയ്യില്ലേ? അല്ല, ലൈറ്റ് കൺവേർജ് ചെയ്യില്ലേ? ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എവിടെയാണെന്നറിയോ? 2F ബാക്കിലായിട്ട് ഇമേജ് അറ്റ് ബിയോണ്ട് 2F. എവിടെയാണ്? ബിയോണ്ട് 2F എന്ന് പറയാം. ആൻഡ് ഓൾസോ ഈ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഇവിടെ മുതലാണ് നമ്മൾ എന്ത് പറയാ? മാഗ്നിഫിക്കേഷൻ ലെൻസ് എന്ന് പറയാം അല്ലെ. മാഗ്നിഫൈയിങ് ലെൻസ് എന്ന് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുക. എന്തിന്? കോൺവെക്സ് ലെൻസിന്. കാരണം എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ ഇത്രയും കുട്ടിയായിട്ടുള്ള ഒരു ഇമേജ് ഒബ്ജക്റ്റാണ് വെച്ചിട്ടുണ്ടായി. പക്ഷെ നമുക്ക് ഫോം ചെയ്ത് കണ്ടോ വലിയൊരു ഇമേജ് അല്ലേ. അതായത് കുറച്ചും കൂടി എൻലാർജ് ഇമേജ് ആണ്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താ? റിയൽ ആണ്, സ്ക്രീനിൽ ഫോം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഇൻവേർട്ടഡ്. കാണുമ്പോൾ തന്നെ അറിയാം തലതിരിഞ്ഞ ഇമേജ് അല്ലേ. തലതിരിഞ്ഞാണ്, പക്ഷെ മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത കേസ് നോക്കിയേ. ഇവിടെ നോക്കിയേ, ഇതിപ്പോ വെക്കുന്നത് ഇമേജ് അവിടെ വെക്കുന്നുണ്ടോ? അല്ല, ഒബ്ജക്റ്റ് അവിടെ വെക്കുന്നുണ്ടോന്നറിയോ? എവിടെയെന്നറിയോ? നമ്മുടെ ഒബ്ജക്റ്റ് അറ്റ് ഒറിജിൻ അല്ല, സോറി F ഫോക്കസിൽ. ഞാൻ ഓർത്തി O എവിടെ നിന്നാ വന്നതെന്ന്. സോറി, പേരാട്ടോ. OB എന്നുള്ളത് ഒബ്ജക്റ്റിന്റെ പേര് കൊടുത്തേക്ക് OB എന്ന്. ഫോക്കസിലാട്ടോ വെക്കുന്നുണ്ടാവുക. എന്താണ്? ഫോക്കസിലാണ് വെക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഫോക്കസിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഫോക്കസിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ടോ, നമ്മൾ പഠിച്ച പോലെ തന്നെ എന്താ? ഇമേജ് ലൈറ്റ് വന്ന് എന്ത് ചെയ്യുന്നു? പ്രിൻസിപ്പൽ ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്നു. ദെൻ ഇറ്റ് ഈസ് ഫോൾസ് ത്രൂ ദ എവിടെ? ഇങ്ങനെ വന്ന് വീണിട്ട് ഫോക്കസിൽ കൂടി പോകുന്നു. ഓക്കെ, പക്ഷെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇമേജ് ഫോം ചെയ്യില്ലേന്ന്. ഇമേജ് ഫോം ചെയ്യും. ഇതെവിടെ ഫോം ചെയ്യാന്നാൽ നമുക്കൊരു പർട്ടിക്കുലർ സ്ഥലം പറയാൻ പറ്റില്ല. എന്താണ്? അറ്റ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. കാരണം എന്താ? ഇത് ഒരു പർട്ടിക്കുലർ പോയിന്റ് അല്ല, കുറച്ച് ദൂരെയായിട്ടാണ്. അപ്പം നമുക്ക് എന്താ പറയുക? അറ്റ് ഇൻഫിനിറ്റി. ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. സെറ്റ് അല്ലേ? അപ്പൊ ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയാം. സെറ്റ് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുക. ആ ഇമേജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? എന്തായിരിക്കും എന്നറിയോ? ഇൻഫിനിറ്റിയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യണുണ്ടാവുക.
ആൻഡ് ഓൾസോ ആ ഇമേജ് എന്തായിരിക്കും, ഭയങ്കര വലിയൊരു ഇമേജ് ആയിരിക്കും കേട്ടോ. എന്താണ്, വലിയൊരു ഇമേജ് ആയിരിക്കും. ആൻഡ് ഓൾസോ റിയലും ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. എന്താണ്, റിയലും ആയിരിക്കും, ഇൻവേർട്ടഡ് ഇമേജും ആയിരിക്കും. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ അതും പഠിച്ചു. ഇനി ലാസ്റ്റ് ഒരു കേസ് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേ ഡയഗ്രാം എന്തിന്റെ, കോൺവെക്സ് ലെൻസിന്റെ കഴിയുന്നു. ഇത് നോക്കിയേ, ഞാൻ എന്ത് ചെയ്തു, ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ, ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും നടുക്കാണ് മിസ് വെച്ചിട്ടുണ്ട്. ഓ എന്ന് പറയേണ്ട, വേണമെങ്കിൽ ലെൻസ് എന്ന് പറയാം. ലെൻസിനും ഫോക്കസിനും നടുക്ക് വെച്ച് നോക്കുക. എന്ത്, നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ എന്ത് ഫോം ചെയ്യുന്ന അറിയോ? കണ്ടോ, ഇതിങ്ങനെ വെച്ചു. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ അങ്ങനെ പോകുന്നു. ഇത് ഇങ്ങനെയും പോകും. കണ്ടോ, പാരലലായിട്ട് പോകുന്നു, ഫോക്കസിൽ കൂടി പോകുന്നു. പിന്നെന്താ, നമ്മുടെ ലൈറ്റ് വന്ന് ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്നു. ഓക്കെ, അതൊക്കെ സെറ്റാ. പക്ഷേ ഈ കേസിൽ ഇൻഫിനിറ്റിയിൽ എന്താ ഉണ്ടാവില്ല, ഇമേജ് ഫോം ചെയ്യില്ല. എന്താണ്, ഇൻഫിനിറ്റിയിലും എന്ത് ചെയ്യില്ല, ഇമേജ് ഫോം ചെയ്യില്ല. അതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ നോക്കുമ്പോൾ ലൈറ്റ് വന്ന് ബാക്കിലേക്ക് പോയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് ഫോക്കസ് ചെയ്യും. എന്താണ്, വേറൊരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ലൈറ്റ് വന്ന് ഫോക്കസ് ചെയ്യും. ആ പോയിന്റ് എവിടെ ഇരിക്കും എന്നറിയോ, എഫിനും 2Fനും നടുക്കായിരിക്കും. എന്താണ്, ഇമേജ് അറ്റ് ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം. സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ, ഇത്രയുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ ഇത്രയും വലുതാക്കി. ആൻഡ് ഓൾസോ പ്രത്യേകത എന്താണെന്നറിയോ, ഇതെന്താ, നേരത്തെ ഇമേജിനെ പോലെ നിവർന്ന് നിൽക്കുന്ന ഇമേജ്, നേരെ തന്നെ നിൽക്കുന്ന ഇമേജാണ്. ഏറ്റവും രസം ഇത് എൻലാർജ് ആണ്, എനിക്ക് വലിയൊരു ഇമേജാണ് അല്ലെ, എൻലാർജ് ഇമേജാണ്. ആൻഡ് ഓൾസോ ഇതെന്താ, വെർച്വൽ ഇമേജാണ്. ഇതൊരു സ്ക്രീനിലാണോ നമ്മൾ കാണുക? അല്ല, നമ്മളൊരു സ്ക്രീനിലല്ല കാണുക. അതുകൊണ്ട് എന്താ, വെർച്വൽ ഇമേജാണ്. ആൻഡ് ഓൾസോ എന്താ, വെർച്വൽ ആണ്. ഇറക്റ്റ് എന്ന് വെച്ചാൽ നിവർന്ന ഇമേജിനെ നമ്മൾ എന്ത് പറയുന്നു, ഇറക്റ്റ് എന്ന് പറയുന്നു കേട്ടോ. എന്താണ്, നിവർന്ന ഇമേജിനെ നമ്മൾ ഇറക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ മിസ് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ, ബിയോണ്ട് 2F ഒബ്ജക്റ്റ് 2Fന്റെ ബാക്കിലായപ്പോൾ ഇമേജ് അവിടെ ഫോം ചെയ്തു, എഫിനും 2Fനും അടുക്ക്. ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. കണ്ടോ, ഡിമിനിഷ്ഡ് ഇൻവേർട്ടഡ് റിയൽ ഇമേജിന്റെ പ്രത്യേകതകളാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും കാണുമ്പോഴാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടോ. ഇതിന് മിസ് നീങ്ങിക്കുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയാട്ടോ. ഓക്കെ, ഡിമിനിഷ്ഡ് ആണ്, കുഞ്ഞിതാണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ഇനി 2Fൽ വെക്കുമ്പോൾ എന്താ, 2Fൽ തന്നെ ഫോം ചെയ്യുന്നു, സെയിം സൈസാണ്, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. പിന്നെയാണ് അങ്ങോട്ട് എന്തായി ആക്ട് ചെയ്യുന്നത്, ഒരു മാഗ്നിഫൈങ് ലെൻസായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ടാവും. കണ്ടോ, ബിറ്റ്വീൻ എഫ് ആൻഡ് 2Fൽ വെച്ചപ്പോൾ ബിയോണ്ട് 2F ആണ്, അത് വലിയതായി, ഇൻവേർട്ടഡ് ആയി, റിയൽ ആയി. പിന്നെ എഫിൽ വെച്ചപ്പോൾ എന്താ, അറ്റ് ഇൻഫിനിറ്റി, ഫാർ അവേ ആണ്, മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ്, റിയൽ ആണ്. ആൻഡ് ഓൾസോ എഫിലിൻ്റെ ലെൻസിൻ്റെ നടുക്ക് വെക്കുമ്പോൾ എന്താ, ഭയങ്കര എൻലാർജ്ഡ് വെർച്വൽ ആയിട്ടുള്ള ഇമേജ് ആണ്, ഇറക്റ്റും ആണ്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഒരറ്റത്തുനിന്ന് തുടങ്ങിയപ്പോഴേക്കും ഇമേജ് എന്ത് ചെയ്തു, ലെൻസിൻ്റെ അടുത്തായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒബ്ജക്റ്റിലെ ലെൻസിൻ്റെ അടുത്തേക്ക് നീക്കിയപ്പോഴേക്കും ഇമേജ് എന്ത് ചെയ്യുന്നു, ലെൻസിൽ നിന്നും ദൂരെ മാറിയേക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ഞാൻ ഒബ്ജക്റ്റ് ലെൻസിൻ്റെ ദൂരെ വെച്ചു, അപ്പോൾ ഒബ്ജക്റ്റ് ഫോം ചെയ്ത് എവിടെയാണ്, ലെൻസിൻ്റെ അടുത്ത്. ഇമേജ് ഫോം ചെയ്ത അടുത്ത് എവിടെയാണ്, ലെൻസിൻ്റെ അടുത്ത്. കണ്ടോ, ആദ്യം എവിടെയാണ് ഫോം ചെയ്തത്, എഫിനും 2Fൻ്റെ അടുത്തല്ലേ. പിന്നെ ഞാൻ ഒബ്ജക്റ്റ് കുറച്ചും കൂടി ഇപ്പുറത്തെ സൈഡിലെ ലെൻസിൻ്റെ അടുത്തേക്ക് വെച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് കുറച്ച് 2Fൽ വെച്ചപ്പോൾ 2Fൽ തന്നെ ഫോം ചെയ്തു. പിന്നെന്താ, 2Fൻ്റെയും എഫിൻ്റെയും നടുക്ക് വെച്ചപ്പോൾ, കുറച്ച് ലെൻസിൻ്റെ നടുക്ക് വെച്ചപ്പോഴേക്കും ഇത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങി, അതായത് ഇമേജ് കുറച്ച് നീങ്ങി. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, ഇങ്ങനെ ഇങ്ങോട്ട് നീങ്ങുമ്പോൾ അങ്ങോട്ടൊക്കെ മാറുന്നു. ഓക്കെ, ഒബ്ജക്റ്റ് നീക്കിയപ്പോൾ ഇമേജ് നീങ്ങുന്നു, അത്രേ ഉള്ളൂ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ കേസ് പഠിച്ചു. ഇനി അടുത്തത് കോൺകേവ് ലെൻസിൻ്റെ. അപ്പോൾ റിയൽ ഇമേജ് എന്താ, വെർച്വൽ ഇമേജ് എന്താ നോക്കി. അടുത്ത നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ, കോൺവെക്സ് ലെൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് കോൺകേവ് ലെൻസിൻ്റെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്, കോൺകേവ് ലെൻസിൻ്റെ കാര്യമാണ്.
കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലത്തെ അതേ പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും ഫോം ചെയ്യാനുണ്ടാവുക. അതേ പ്രിൻസിപ്പിൾ ആയിരിക്കും ഫോം ചെയ്യാനുണ്ടാവുക. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയേ, ഒരു ലൈറ്റ് വന്ന് എന്താണ്, ഒരു ലൈറ്റ് വന്ന് ഇങ്ങനെ വീഴുക. ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുന്നു. ആ ലൈറ്റ് വന്ന് വീഴുമ്പോൾ നമുക്കറിയാം ഇതെന്ത് ചെയ്യുന്നു, ഡൈവേർജ് ചെയ്ത് പോകും അല്ലേ, ഡൈവേർജ് ചെയ്ത് പോകുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താ ബാക്കിലേക്ക് വരച്ച് ഒരു വെർച്വൽ ഇമേജ് എവിടെ ഫോം ചെയ്യുന്നു, ഫോക്കസിലേക്ക് ഫോം ചെയ്യുന്നു. കണ്ടോ, ഫോക്കസിലേക്ക് ഫോം ചെയ്യില്ലേ? ഓക്കെ, അതാണ് ഒരു പ്രിൻസിപ്പിൾ. പിന്നെന്താ, നമ്മൾ ഇങ്ങനെ വന്ന് ലൈറ്റ് വീഴുക, ഇങ്ങനെയാണ് ലൈറ്റ് വന്ന് വീഴാന്ന് വിചാരിക്കും. എന്താണ്, ഇങ്ങനെ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ശരിക്കും ഇങ്ങനെ പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫോക്കസിലേക്ക്, ശരിക്കും ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോക്കസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കും. അത് നടക്കും. ഓക്കെ, ആകെ ഒരു സിമിലാരിറ്റി, രണ്ട് കേസിൻ്റെ സിമിലാരിറ്റീസ് എന്താണെന്നറിയോ, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോയാൽ എന്ത് സംഭവിക്കുന്നു, ഒരു ഡിഫ്ലക്ഷനും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഡീവിയേഷനും ഇല്ലാണ്ട് ഒറ്റയടിക്കത് പോകും കേട്ടോ. മനസ്സിലായോ? സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അത് കഴിഞ്ഞേ. അപ്പോൾ നമ്മൾ കോൺകേവ് ലെൻസിൻ്റെയും ഒരു കുറച്ച് പ്രിൻസിപ്പിൾ നോക്കി, ഇപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾ നോക്കി കേട്ടോ. സെറ്റല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നേരത്തെ റേ ഡയഗ്രാം പോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ കേസാണ് നമുക്ക് പഠിക്കാവുന്ന റേ ഡയഗ്രാം അല്ലെങ്കിൽ ഇമേജ് ഫോർമേഷൻ ഇൻ കോൺകേവ് ലെൻസ് ആണ് കേട്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് കേസ് എവിടെയെന്ന് അറിയോ, ബിയോണ്ട് ഒബ്ജക്റ്റ് അറ്റ് എഫ് ആൻഡ് 2F. എഫിൻ്റെയും 2Fൻ്റെയും ഇടക്കാണ് വെക്കുന്നത്. എന്താണ്, എഫിൻ്റെയും 2Fൻ്റെ ഇടക്കാണ് വെക്കുന്നത്. നമുക്കറിയാം ഒബ്ജക്റ്റ് ഇങ്ങനെ വന്ന് പോകുമ്പോൾ ഇങ്ങനെ കോൺകേവ് ലെൻസിൽ തട്ടുമ്പോൾ ഇതെന്ത് ചെയ്യും, പോകും, ഡൈവേർജ് ചെയ്ത് പോകും. പക്ഷെ ആ ലൈറ്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യുന്നു. നമ്മൾ പഠിച്ചില്ലേ, ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യും. എങ്ങനെയാണ്, ആ സെയിം സൈഡിൽ തന്നെ, അതായത് ഒബ്ജക്റ്റ് എവിടെ വെക്കുന്നത് അവിടെ തന്നെ കൺവേർജ് ചെയ്യുന്നു. മനസ്സിലായി? ആൻഡ് ഓൾസോ ഇതിങ്ങനെ പോകും അല്ലേ, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുമ്പോൾ എന്ത് പറ്റുന്നു, ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാണ്ട് പോകുമല്ലോ. കണ്ടോ? അപ്പോൾ ഈ രണ്ട് പോയിന്റും കൂടി കമ്പൈൻ ചെയ്യുന്നത് എവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ലേ. അപ്പോൾ നോക്കിയേ, ആ ഒരു ഇമേജ് എന്താ, ഭയങ്കര കുട്ടി ഇമേജ് അല്ലേ, കുട്ടി ഇമേജ് അല്ലേ ഫോം ചെയ്യുക. കണ്ടോ, ഒരു കുട്ടി ഇമേജ്. അപ്പോൾ അതെവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക, എഫിനും ലെൻസിനും ഇടയ്ക്ക്, അതായത് ഫോക്കസിനും ലെൻസിനും ഇടയ്ക്കായിരിക്കും ഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇമേജ് എവിടെയെന്ന് പറയാൻ പറ്റും നമുക്ക്, ബിറ്റ്വീൻ എഫ് ആൻഡ് ഒ. എന്താണ്, എഫ് ആൻഡ് ഒ അഥവാ ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ലെൻസ് എന്ന് പറയാം. ഓക്കെ, ഫോക്കസ് ആൻഡ് ലെൻസ് എന്ന് പറയുന്നുണ്ടാവും. ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താ, ഇതിൻ്റെ എന്താ, ഭയങ്കര കുട്ടി ഇമേജ് ആണല്ലേ, ഡിമിനിഷ്ഡ്, കുഞ്ഞ് ഇമേജ് അല്ലേ ഫോം ചെയ്യുക, ഡിമിനിഷ്ഡ് ആയിരിക്കും. ആൻഡ് ഓൾസോ എന്താ, വെർച്വൽ അല്ലേ, ഇതൊരു സ്ക്രീനിലല്ലോ ഫോം ചെയ്യുക, വെർച്വൽ ആണ്. ആൻഡ് ഓൾസോ എന്താ, ഇറക്റ്റ് ആണ്, അതായത് ഇതെങ്ങനെ നേരെ നിൽക്കുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഇത് നിവർന്ന് നിൽക്കുന്ന ഒരു ഇമേജ് ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ. ഈ കോൺകേവ് ലെൻസിന് ആദ്യം നമുക്ക് ടാസ്ക് ഇല്ല, സിമ്പിളായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് പഠിച്ചു നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് കഴിഞ്ഞു, ഒബ്ജക്റ്റ് അറ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് 2F പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് അറ്റ് എഫ് ആൻഡ് ലെൻസ്. ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും നടുക്കാണ് എന്ത്, ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. എവിടെയാണ്, ലെൻസിൻ്റെയും ഫോക്കസിൻ്റെയും നടുക്കാണ്. അപ്പോൾ എന്താ, ആസ് യൂഷ്വൽ എന്ത് സംഭവിക്കുന്നു, ഇതാണ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് കേട്ടോ, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. അത് വന്ന് ലൈറ്റ് തട്ടുന്നു, അപ്പോൾ നമ്മളിങ്ങനെ പോകും. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു, ആ ലൈറ്റ് വന്ന് ഫോക്കസിലേക്ക് ഫോക്കസ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഓൾസോ ഒറിജിനിൽ കൂടി ഇങ്ങനെ പോകല്ലേ, എന്താണ്, ഒറിജിനിൽ കൂടി പോകുന്നു. ഓക്കെ, ഒപ്റ്റിക് സെൻറ്ററിൽ കൂടി പോകുന്നു. അപ്പോൾ എന്തേ, കണ്ടോ, ഈ രണ്ടും കൂടി പോയിന്റ് ചെയ്യുന്ന സ്ഥലം എന്താ, ഇവിടെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ആയിരിക്കും ഇമേജ് ഫോം ചെയ്യാനുണ്ടാവുക. എന്താണ്, ഇമേജ് ഫോം ചെയ്യാനുണ്ടാവുക. ആ ഇമേജിൻ്റെ പ്രത്യേകത എന്താണ്, നേരത്തെ അതേ ഇമേജ് തന്നെയായിരിക്കും. അതായത് നേരത്തെ നമ്മൾ മറ്റേ കേസിൽ പഠിച്ച പോലെ തന്നെ ഇതെന്താ, റിയൽ അല്ല, വെർച്വൽ ആണ്, ഇറക്റ്റ് ആണ്, ആൻഡ് ഓൾസോ കുട്ടിയാണ്. നമ്മൾ വെച്ച ഒബ്ജക്റ്റിനെക്കാട്ടും കുട്ടി ഇമേജ് അല്ലേ ഫോം ചെയ്യുക. അപ്പോൾ കുട്ടി ഇമേജ് ആയിരിക്കും കേട്ടോ ഫോം ചെയ്യാനുണ്ടാവുക. അപ്പോൾ നോക്കിയേ, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ കേസിൽ ഇമേജ് അറ്റെന്താ, ഇമേജ് എവിടെ ഫോം ചെയ്യുക, എന്താ, ബിറ്റ്വീൻ എവിടെ ഫോം ചെയ്യാനുണ്ടാവുക, നമുക്കറിയാം എഫിനും
ലെൻസിനും ഇടക്ക്. ആൻഡ് ഓൾസോ ഇതെന്താണ്, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ആൻഡ് ഓൾസോ വെർച്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറക്റ്റ് ആയിരിക്കും കേട്ടോ. വെർച്വൽ, ഇറക്റ്റ്, പിന്നെന്താ ഡിമിനിഷ്ഡ് കേട്ടോ. ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഓക്കെ, രണ്ട് കേസിലും സെയിം രീതിയിലായിരിക്കും. അപ്പൊ ഇത്രയും നോക്കിയപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, റേ ഡയഗ്രാം കഴിഞ്ഞു കേട്ടോ. എന്തിന്റെ റേ ഡയഗ്രാം? നമ്മുടെ കോൺകേവ് ലെൻസിൽ വെക്കുമ്പോൾ ഇമേജ് ഫോം ചെയ്യുന്ന റേ ഡയഗ്രാം. രണ്ട് കേസ് നമുക്ക് പഠിക്കാനുള്ളൂ. ആ രണ്ട് കേസും ഈസിയാണ് കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ ലെൻസ് ഇക്വേഷൻ. ഓക്കെ, ലെൻസ് ഇക്വേഷൻ എന്താണെന്ന്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ റൂൾസ് ഉണ്ട്, അതായത് കാർട്ടീഷ്യൻ റൂൾസ് അല്ലെങ്കിൽ കാർട്ടീഷ്യൻ സയൻസ് നമുക്ക് പറയും. എന്താണ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ലെൻസ് ഇക്വേഷൻ ആണ്. പക്ഷെ നമുക്ക് കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പഠിക്കാനുണ്ട്. അത് 3 റൂൾസ് ആണ്. ആ റൂൾസ് വെച്ചിട്ട് നമുക്ക് കാർട്ടീഷ്യൻ പഠിക്കാം കേട്ടോ. അതായത് ഇപ്പം നോക്കിയേ, ഞാനിവിടെ ഒബ്ജക്റ്റ് വെച്ചു. ഇവിടെയാണ് ഞാൻ ഒബ്ജക്റ്റ് വെക്കാം. ഈ ഒബ്ജക്റ്റ് ലൈറ്റ് എന്താ ഇങ്ങനെയല്ലേ വന്ന് തട്ടാ. ഓക്കെ, ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? നോക്കിയേ, അറ്റ് എ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. അത് ആദ്യം പറയാം. അതായത് നമ്മൾ എന്ത് വാല്യൂ മെഷർ ചെയ്താലും അതെന്ത് ചെയ്യുന്നു, ഈ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും മാത്രമേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇങ്ങോട്ട് മെഷർ ചെയ്താലും ഇങ്ങോട്ട് മെഷർ ചെയ്താലും എപ്പോഴും എന്താ, ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് മാത്രമേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഫസ്റ്റ് റൂൾ. പിന്നെ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ മെഷറിങ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ലൈറ്റ് മെഷർ ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിന് പോസിറ്റീവ് സൈൻ കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇങ്ങനെയാണ്, ഞാൻ മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവ് സൈൻ ആയിരിക്കും. എന്താണ്? നെഗറ്റീവ് സൈൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. എന്താണ്? നെഗറ്റീവ് സൈനാണ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അതായത് ഇൻസിഡൻറ്റ് റേക്ക് സെയിം ഡയറക്ഷനിലാണെങ്കിൽ മെഷർമെൻറ്റ് വാല്യൂ മെഷർ ചെയ്യുന്നെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇൻസിഡൻറ്റ് ലൈറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുമെങ്കിൽ അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും കേട്ടോ. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി തേർഡ് എന്താ? അതാണ് നമ്മൾ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസ് എന്തായിരുന്നു? ഓൾ ഡിസ്റ്റൻസ് ഷുഡ് ബി മെഷർഡ് ഫ്രം ദ ഒപ്റ്റിക് സെൻറ്റർ ഓഫ് ദ ലെൻസ്. ലെൻസിൻ്റെ പ്രകാശ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. കണ്ടോ, പ്രകാശ ദൂരം എത്രയെന്നോ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ടാവുക. പിന്നെ അടുത്ത മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡൻറ്റ് റേ ഷുഡ് ബി കൺസിഡർ പോസിറ്റീവ് ആൻഡ് ദോസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഷുഡ് ബി നെഗറ്റീവ്. കണ്ടോ, ഇൻസിഡൻറ്റ് ഡയറക്ഷനിൽ അത് തന്നെയാണെങ്കിൽ അത് പോസിറ്റീവാണ്, ഇൻസിഡൻറ്റ് ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ, നെഗറ്റീവാണ്. അപ്പോൾ പതനരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും അല്ലാത്തവ നെഗറ്റീവുമായി പരിഗണിക്കേണ്ടതാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ആൻഡ് ദ ലാസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഡിസ്റ്റൻസ് മെഷേർഡ് എബോവ് ദ ഒപ്റ്റിക് ആക്സസ് ഷുഡ് ബി കൺസിഡർ പോസിറ്റീവ് ആൻഡ് ദോസ് ബിലോ ദ ഷുഡ് ബി കൺസിഡർ ആസ് നെഗറ്റീവ്. അതായത് ഒപ്റ്റിക് സെൻറ്റർ, ഇതാണല്ലോ ഒപ്റ്റിക് ആക്സസ്. ഈ ഒപ്റ്റിക് ആക്സസിൻ്റെ മുകളിലേക്ക് മെഷർ ചെയ്യുന്ന വാല്യൂസ് എന്താണ്? പോസിറ്റീവാണ്. ഒപ്റ്റിക് ആക്സസിൻ്റെ താഴത്തേക്ക്, അതായത് ഇങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? നെഗറ്റീവായിരിക്കും വാല്യൂ. എന്താണ്? നെഗറ്റീവായിരിക്കും വാല്യൂ. ഇങ്ങോട്ട് പോസിറ്റീവ്, ഇങ്ങോട്ട് നെഗറ്റീവ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ 3 റൂൾസ് വെച്ചാണ് നമ്മൾ എന്ത് എഴുതാൻ പോകണമെന്നറിയോ? നമ്മുടെ ലെൻസ് ഇക്വേഷൻ എഴുതാൻ പോകണുണ്ടാവുക. അപ്പോൾ ലെൻസ് ഇക്വേഷൻ ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. എന്താണ്? നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ലെൻസ് ഇക്വേഷൻ. 1/f equal to 1/v minus 1/u. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെൻസ് ഇക്വേഷൻ. എന്താണ്? 1/f equal to 1/v minus 1/u. v എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ്, ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ് ആട്ടോ. ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ് ഫ്രം ഒപ്റ്റിക് സെൻറ്റർ. ആൻഡ് ഓൾസോ യു എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ടുവേർഡ്സ് ഇമേജ്, ഒബ്ജക്റ്റ്
towards object from optic center. ഓക്കെ, ഇപ്പൊ യുവും വി എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഈ കേസിലാണെങ്കിൽ എന്താണ്, ഈ കേസിൽ നോക്കിയേ, കണ്ടോ, ഇവിടെയാണ് ഒബ്ജക്റ്റ് അല്ലേ, ഇവിടെയാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഇവിടെയാണ് ഒബ്ജക്റ്റ്, ഇവിടെ അല്ലേ ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, യു എന്ന് പറയുന്നുണ്ടാവും. എന്താണ് യു എന്ന് പറയുന്നുണ്ടാവും. ആൻഡ് ഓൾസോ ഇമേജ് ഫോംഡ് അറ്റ് ഹിയർ. ആൻഡ് ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുക, വി എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ലെൻസ് ഇക്വേഷൻ പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് മാഗ്നിഫിക്കേഷൻ. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? ആവർത്തനം എന്ന് പറയുന്നുണ്ടാവുക. മാഗ്നിഫിക്കേഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് നോ യൂണിറ്റ്. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്താ ആവർത്തനം എന്ന് പറയുന്നത്, നമ്മുടെ ഇമേജിൻ്റെ ഹൈറ്റും ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്ന മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ? മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം പ്രതിബിംബത്തിൻ്റെ ഉയരവും വസ്തുവിൻ്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആവർത്തനം എന്ന് പറയുന്നത്. ഇതിന് യൂണിറ്റ് ഇല്ല, കണ്ടോ. ഇതിനെന്താ മാഗ്നിഫിക്കേഷൻ എന്താ, ഒരു SI യൂണിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം, ഇതിന് യൂണിറ്റ് ഇല്ല എന്ന് പറയണം. ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, M ഈക്വൽ ടു മാഗ്നിഫിക്കേഷൻ ഈക്വൽ ടു M ഈക്വൽ ടു HI ബൈ HO. HI എന്ന് പറയുന്നത് എന്താ, HI ഹൈറ്റ് ഓഫ് ഇമേജ് ആൻഡ് HO എന്ന് പറയുന്നത് എന്താ, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ്. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി ലാസ്റ്റ് ആയിട്ട് വേറൊരു ടേമും കൂടി പഠിക്കാനുള്ളത് എന്താണെന്ന് പറയുക, പവർ എന്ന് പറയുന്നത്. എന്താണ് പവർ എന്ന് പറയുന്നുണ്ടാവുക? പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. The lower the focal length, the higher the power of the lens. പവർ എന്ന് പറയുന്നത് എന്താ, ഫോക്കൽ ലെൻസിന്റെ വിപരീതമാണ്. എന്താണ് വിപരീതം അല്ലേ? അപ്പോൾ പവർ എന്ന് പറയുന്നത് എന്താ, പവർ ഫോക്കസിന്റെ ദൂരത്തിന്റെ വിക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസിന്റെ ദൂരം കുറഞ്ഞാൽ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ പവർ എന്ന് വെച്ചാൽ എന്താ, ഫോക്കസിന്റെ വിപരീതമാണ്. അത് വിപരീതമല്ല, തലതിരിഞ്ഞെന്ന് പറയാം. അത് ഫോക്കസ് 2 ആണെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താ 1/2 ആയിരിക്കും, എൻ്റെ ഹാഫ് ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി പവറിന് എന്താ, പവറിൻ്റെ യൂണിറ്റ് എന്താണെന്നറിയോ, ഡയോപ്റ്റർ. എന്താണ്, SI യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ D. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഇത് D എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. മനസ്സിലായോ? യൂണിറ്റ് അത് ചോദിക്കാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, ദ പവർ ഓഫ് ദ ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ ഈസ് 1 ഡയോപ്റ്റർ. അതായത് പവർ 2 സെന്റിമീറ്റർ ആണെന്ന് തന്നാൽ എന്താണ്, അത് തെറ്റാണ്. നമുക്ക് സെന്റിമീറ്ററിലല്ല, പവർ എന്ന് പറയുന്നത് മീറ്ററിൽ എഴുതണം. ആ 1 മീറ്റർ ആണ് എന്ത്, 1 ഡയോപ്റ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണ്, 1 മീറ്റർ ആണ് എന്ത്, 1 ഡയോപ്റ്റർ. അപ്പം നമുക്ക് എക്സാമിന് പവർ ഒരു സെന്റിമീറ്ററിലോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് ഫോക്കസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, പവർ എത്രയിലായിരിക്കും, മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം. എന്താ, മീറ്ററിലായാൽ മാത്രമേ നമുക്കത് ഈക്വൽ ടു ഡയോപ്റ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? അപ്പോൾ 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ ഒരു ഡയോപ്റ്റർ ആണ്. കണ്ടോ, 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള പവറിനെ നമ്മൾ എന്ത് പറയുന്നു, ഡയോപ്റ്റർ എന്ന് പറയുന്നു കേട്ടോ. ഒരു ഡയോപ്റ്റർ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചപ്പോൾ ഇതെന്താ, ലെൻസിന്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടേംസും അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വേറെ 2 കാര്യം കൂടി ഉള്ളൂ. എന്താണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും. ഇതാണ് എന്ത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. എന്താണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്.
ഓക്കെ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് 2 കാര്യങ്ങൾ അറിയാനുള്ളൂ. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഐ പീസും ഒന്ന് ഒബ്ജക്റ്റും. ഓക്കെ, ഒന്ന് ഐ പീസും ഒന്ന് ഒബ്ജക്റ്റും. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റ് അല്ല, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നു. എന്താണ് ഐ പീസും ഒബ്ജക്റ്റീവ്? ഈ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റിന്റെ അടുത്ത് വെക്കുന്ന ലെൻസിനെ പറയുന്നതാണ് നമ്മൾ എന്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ നമ്മൾ കാണാൻ യൂസ് ചെയ്യുന്ന ആ പോർഷനിൽ വെക്കുന്ന ലെൻസിനെ പറയുന്നതാണ് എന്ത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നതാണ് എന്ത് ഐ പീസ് എന്ന് പറയുന്നുണ്ടാവുക. ഇതൊക്കെ എന്താ നമുക്ക് ഭയങ്കര കുഞ്ഞായിട്ടുള്ള ഇമേജിനെ വലിയതായിട്ട് കാണിക്കാനല്ലേ നമ്മളിത് യൂസ് ചെയ്യണുണ്ടാവുക. അതെ, അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണുണ്ടാവും കേട്ടോ. സെറ്റ് അല്ലേ? അപ്പം നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ്, അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടി ഇമേജ് അങ്ങനെ വലിയതായിട്ട് കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നോക്കിയേ, ഇതാണ് എന്ത് ഈ ലെൻസ്, ഇവിടെ യൂസ് ചെയ്യുന്ന ലെൻസാണ് എന്ത് ഈ ലെൻസാണ് ഇതാണെന്ത് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നതാണ്. എന്താണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഈ ലെൻസാണ് എന്ത് ഐ പീസ് എന്ന് പറയുന്നുണ്ടാവുക. അയ്യോ, എല്ലാം ആയി പോയ പോലെ ഇപ്പോൾ ഫീൽ ചെയ്തല്ലേ. ഐ പീസ്. ഓക്കെ, ഇത് ഒബ്ജക്റ്റീവും ഇത് ഐ പീസും ആട്ടോ. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഇമേജ് അല്ല ഒബ്ജക്റ്റ് വെച്ചു, അത് ഇവിടെ ഒരു കുഞ്ഞുറുമ്പാട്ടോ. ഒബ്ജക്റ്റ് വെച്ചു, ഒബ്ജക്റ്റിൽ നിന്ന് ലൈറ്റ് വന്ന് തട്ടുന്നു. അഫ്കോഴ്സ് ഇത് വന്ന് തട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഇങ്ങനെ വന്ന് തട്ടുമ്പോൾ നമ്മൾ പറയാം ഫോക്കസിൽ കൂടി പോകും. ആൻഡ് ഓൾസോ വൺ ലൈറ്റ് വിൽ ബി ഫോൾസ് ത്രൂ ദ ഒപ്റ്റിക് സെന്റർ അല്ലേ. ഒപ്റ്റിക് സെന്ററിൽ കൂടി പോകുന്നു. ആൻഡ് ഓൾസോ ഇത് എവിടെ കൺവേർട്ട് ചെയ്യുക? അതായത് 2Fനും Fൻ്റെയും ഇടയ്ക്ക് വെക്കുന്ന ഒബ്ജക്റ്റ് എവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക? ബിയോണ്ട് 2F ആണെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ബിയോണ്ട് 2F ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് 2Fൻ്റെ ബാക്കിലായിട്ട് എന്ത് ചെയ്തു? നമ്മൾ അവിടെ കൊടുത്ത ഇമേജ് അവിടെ കുറച്ച് ഒബ്ജക്റ്റിന് ഇമേജ് ഫോം ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഈ ഇമേജ് എന്ത് ഫോമിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായ തലതിരിഞ്ഞതായിരിക്കും, റിയൽ ആയിരിക്കും. ആൻഡ് ഓൾസോ ഭയങ്കര മാഗ്നിഫൈഡ് ആണ്. ഓക്കെ, എൻലാർജ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ച് എൻലാർജ്ഡും ഇമേജ് ആണെന്ന് അറിയാം. ആൻഡ് ഓൾസോ ആ ഇമേജ് ഇവിടെ വന്നേക്കുന്ന ഇമേജ് ആണ് ഇനിയുള്ള കോൺവെക്സ് ലെൻസിൻ്റെ എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവുക. അതായത് ഫസ്റ്റ് കോൺവെക്സ് ലെൻസിൽ കൂടി ഫോം ചെയ്ത ഇമേജ് ആയിരിക്കും എന്ത് അടുത്ത കോൺവെക്സ് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ആ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വന്ന് വീഴുമ്പോൾ കണ്ടോ, അത് വന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഫോക്കസിൽ കൂടി പോകുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആൻഡ് ഓൾസോ ഇതിൽ കൂടി വന്ന് എന്താ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് പോകില്ലേ. അത് വന്ന് എവിടെയാണ് നമുക്കറിയാം. അത് വന്ന് ബാക്കിൽ എന്ത് ചെയ്യുക? ബാക്കിൽ വന്ന് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ഒരു പോയിന്റിലേക്ക് വന്ന് ഫോക്കസ് ചെയ്യുന്നു. കണ്ടോ, നമുക്കറിയാം ബിയോണ്ട് 2F ഇങ്ങനെ ലെൻസ് ഇതിപ്പോൾ ഇമേജ് എത്ര ലെൻസിൻ്റെ ഫോക്കസിൻ്റെ നടുക്കാന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പം നമുക്കറിയാം ഇമേജ് എന്തായിരിക്കും? ആ സെയിം സൈഡിൽ തന്നെ വരാമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ അല്ലേ. ഫോക്കസിനും ലെൻസിനും നടുക്കാണെങ്കിൽ നമുക്കറിയാം ഇമേജ് കുറേ ദൂരെ ആ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഇത് സെയിം സൈഡിൽ വന്ന് ഫോം ചെയ്യുന്നു. ആ സെയിം സൈഡിൽ വന്ന് ഫോം ചെയ്യുന്നത് ഇതിനെക്കാട്ടും വലിയ ഇമേജ് ആയിരിക്കും. മനസ്സിലായില്ലേ? സെറ്റ് അല്ലേ? ആൻഡ് ഓൾസോ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺവെക്സ് ലെൻസിന് ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസായിട്ട് യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. എന്താണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറവായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ പക്ഷേ ഈ കോൺവെക്സ് ലെൻസിലെ അതായത് ഐ പീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. കണ്ടോ, ഐ പീസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ടിൻ്റെയും ഫോക്കൽ ലെങ്ത് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്തെന്ന് നോക്കാം. ഇനി ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കുറയ്ക്കാൻ കാരണം, അതായത് ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. ഇമേജ് ഫോർമേഷൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? മാഗ്നിഫിക്കേഷൻ കുറയുക ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, മാഗ്നിഫിക്കേഷൻ കുറയുക ചെയ്യുക. അപ്പം നമുക്കറിയാം അത് കുറയുമ്പോഴേക്കും നമുക്ക് ഇമേജ് ഫോർമേഷൻ നല്ല ചെറിയൊരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഒന്നും കൂടി കടത്തി വിടുമ്പോൾ കുറച്ചും കൂടി വലിയ ഇമേജ് കിട്ടാൻ ചാൻസ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അതായത് സൈസ് വിൽ ബി സ്മോൾ. അതായത് നമ്മൾ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്യുന്നു. ഫോക്കൽ ലെങ്ത് കുറഞ്ഞത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് സ്മോൾ ആയിരിക്കും.
അപ്പം എന്ത് ചെയ്യുന്നു, മാഗ്നിഫിക്കേഷൻ എന്ത് സംഭവിക്കും, ഭയങ്കര കുറവായിരിക്കും, ലെസ്സർ ആയിരിക്കും. അപ്പം നമുക്ക് ഇമേജ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുഞ്ഞ് ഇമേജ് കിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ഐ പീസിലേക്ക് അത് കടത്തി വിടുമ്പോൾ കുറച്ചും കൂടി മാഗ്നിഫൈ ചെയ്ത് ഇമേജ് കിട്ടാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയാം. നമുക്കപ്പോൾ ഇവിടെ മിസ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ലെൻസിനും ഐ പീസിനും എന്ത് ലെൻസാണ് നമ്മൾ കൊടുക്കണ്ടാവുക, കോൺവെക്സ് ലെൻസ് അല്ലേ. അതെ, ഇതെന്താ കോൺവെക്സ് ലെൻസാണ്. ഇവിടെയും എന്താ ഐ പീസിനും എന്താ കോൺവെക്സ് ലെൻസാണ്. ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, ലെസ് അല്ലേ, ലെസ് ആണ്. പക്ഷെ ഇതിൻ്റെ എന്താണ്, മോറായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ഇമേജ് എന്തായിരിക്കും, ഇവിടെ ചെയ്യുന്ന ഇമേജ് എന്തായിരിക്കും, ഇൻവേർട്ടഡ് ആണ്, റിയൽ ആണ്. ആൻഡ് ഓൾസോ എന്തായിരിക്കും, എൻലാർജ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ, കാരണം ഇമേജിനെ ഒബ്ജക്റ്റിനെക്കാട്ടും വലുതല്ലേ. നമുക്ക് എൻലാർജ് എന്ന് എഴുതാം. എന്താണ് എൻലാർജ്ഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അടുത്തത് എന്താ, ഐ പീസിൽ വെക്കുമ്പോഴേക്കും എന്താ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ഇമേജ് എന്തായിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. എൻലാർജ്ഡ് ആണ്, പക്ഷെ എന്താ വെർച്വൽ ആണ്. ആൻഡ് ഓൾസോ വെർച്വൽ ആണ്, എൻലാർജ്ഡ്, വെർച്വൽ ആൻഡ് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് ആണോ, ഇൻവേർട്ടഡ് അല്ലേ, ഇറക്റ്റ് ആണ് എന്ന് പറഞ്ഞ ഇമേജ് ആണ് കിട്ടുന്നുണ്ടാവുക. അതെന്താ, ഇറക്റ്റ് ആണ് കയറുന്നുണ്ടാവുക. സെറ്റല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കേസ് സെറ്റായി. ഇനി അടുത്തത് എന്താണെന്ന് അറിയോ, ഇതെന്ത് സാധനം നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതാണ് എന്ത്, ടെലിസ്കോപ്പ് അല്ലേ. എന്താണ് ടെലിസ്കോപ്പ്. ഈ ടെലിസ്കോപ്പ് എന്താ, നമ്മൾ ദൂരെയുള്ള ഇമേജ് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാനല്ലേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. എന്താണ്, ദൂരെയുള്ള ഇമേജ് നല്ല അടിപൊളിയായിട്ട് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെലിസ്കോപ്പ് നോക്കണ്ടാവുക. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താ കണ്ടോ, ഇവിടെയും എന്തുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്, ഐ പീസും ഉണ്ട്. എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസും ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസ് ഏതാണെന്നറിയോ, ഇതാണ് എന്ത്, ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണെന്ത്, ഒബ്ജക്റ്റീവ് ലെൻസ്. ആൻഡ് ഇതാണെന്ത്, ഐ പീസ് കേട്ടോ. ഇതാണ് ഐ പീസ്. ഇത് ഒബ്ജക്റ്റീവ് ലെൻസും ഇത് ഐ പീസും. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ദൂരെയുള്ള ഒബ്ജക്റ്റ് ആയാലും നമ്മൾ കാണുന്നുണ്ടാവുക. എന്താണ്, ദൂരെയുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ആ ഒബ്ജക്റ്റിൻ്റെ ലൈറ്റ്സ് ഇങ്ങനെ വന്ന് തട്ടി നമുക്കറിയാം ഇതിൽ കൂടിയും ഫോക്കസിൽ കൂടി പോകുമ്പോൾ പർട്ടിക്കുലർ ഈ പോയിന്റിൽ വന്ന് കൺവേർജ് ചെയ്യുന്നു. ആ കൺവേർജ് ചെയ്യുന്ന ഇമേജ് എന്തായിരിക്കും, ഭയങ്കര കുട്ടി ഇമേജ് ആയിരിക്കും. ഓക്കെ, കുട്ടി ഇമേജ്. അത് ബിയോണ്ട് ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ നമുക്ക് ഇമേജ് കുഞ്ഞായിരിക്കും അല്ലേ, കുഞ്ഞ് ഇമേജ് ആയിരിക്കും. അവിടെ നിന്ന് ലൈറ്റ് വന്ന് ഈ കോൺവെക്സ് ലെൻസിൽ വന്ന് തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വെർച്വൽ ഇമേജ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫോം ചെയ്യുന്നു. എന്താണ്, ഒരു വെർച്വൽ ഇമേജ്. ഇവിടെ ഒരു വെർച്വൽ ഇമേജ് വന്ന് ഫോം ചെയ്യും കേട്ടോ. എന്താണ്, വെർച്വൽ ഇമേജ് വന്ന് ഫോം ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇതെന്തായി കണ്ടോ, ചെറിയൊരു ഇമേജ് നമ്മൾ വലിയതായിട്ട് കാണും അല്ലേ, അതാണ് മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്താണെന്നറിയോ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നറിയോ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ആൻഡ് ഓൾസോ ഐ പീസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നറിയോ, കുറവായിരിക്കും. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താണ്, അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്, നമ്മുടെ ഇതിൻ്റെ കേസിൽ കാണുന്നുണ്ടാവും കേട്ടോ. സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചപ്പോഴേക്കും നമ്മുടെ ഈ ചാപ്റ്റർ തീരാറായി. ആൻഡ് ഓൾസോ ലാസ്റ്റ് ഒരു ടേബിളും കൂടി ഉണ്ട്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും, മോറാണ്. ഇതിൻ്റെ എന്തായിരിക്കും, ലെസ്സാണ്. ഇനി അപ്പാർച്ചർ ഏരിയ നോക്കിയേ. ഇതിൻ്റെ അപ്പാർച്ചർ ഏരിയ എന്ന് പറയുന്നത് എന്താ, കൂടുതലല്ലേ, മോറ അല്ലേ. അതായത് നോക്കി ഇത്രയും ഏരിയ ഉണ്ട്,
പക്ഷെ ഇതിൻ്റെ അപ്പാർച്ചർ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളല്ലോ, ഈ പർട്ടിക്കുലർ ഏരിയ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പം നമുക്ക് അപ്പാർച്ചർ ഏരിയ ഒബ്ജക്റ്റീവ് ലെൻസിൽ മോറെന്നും പറയാം, ആൻഡ് ഓൾസോ ഇതിലെന്താ ലെസ് എന്നും പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ് ഫോംഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ എന്താ ഡിമിനിഷ്ഡ് ആയിരിക്കും, ഡിമിനിഷ്ഡ് റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആണ്. സെക്കൻഡ് കേസിൽ എന്താ നമ്മൾ എന്താ കണ്ടത്, സെക്കൻഡ് കേസിൽ എന്താ വെർച്വൽ ആണ്, അല്ല എൻലാർജ് ആണ്, വലിയ ഇമേജ് അല്ലേ ഫോം ചെയ്യുക, എൻലാർജ്, വെർച്വൽ ആൻഡ് ഓൾസോ വെർച്വൽ ആൻഡ് ഇറക്റ്റ് അല്ലേ, ഇറക്റ്റ്. മനസ്സിലായല്ലോ. അപ്പം ഇത്രയും പഠിച്ചപ്പോഴേക്കും നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നു. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് മിസ് വിചാരിച്ചോട്ടെ. എല്ലാവർക്കും മനസ്സിലായല്ലേ? ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പിന്നെ ഒരു സെക്ഷനായിട്ട് അടുത്ത ചാപ്റ്റർ കാണാം കേട്ടോ. ഓക്കെ, ബൈ.